വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നമ്മളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചതിൻ്റെ പിന്നിലെ അതിപ്രധാനമായ ദൈവിക പദ്ധതികൾ, ആഴമേറിയ സത്യങ്ങൾ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മെ വീണ്ടും ജനിപ്പിച്ചതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഹൃദയം ആഴമുള്ളതാണ്. ഒരു വ്യക്തിക്ക് ഒരു ഭവനത്തിൽ അവകാശമുണ്ടാകുന്നത് ആ ഭവനത്തിൽ ആ വ്യക്തി ജനിച്ച കാരണത്താലാണ്. അതുകൊണ്ടാണ് അതിനെ ബർത്ത് റൈറ്റ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ കർത്താവിനെ രക്ഷിതാവായി വിശ്വസിച്ച് വീണ്ടും ജനന അനുഭവങ്ങളിലേക്ക് കടന്നു വന്ന കാരണത്താൽ ഈ ഭൂമി അവരുടെ ബർത്ത് റൈറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ വഴികളിലേക്ക്, വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. ഈ ലോകത്തിൽ അവർ അന്യരായി, പരദേശികളായി ജീവിച്ചിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു അവരുടെ അകത്ത് അവരെ നിലനിർത്തിയ ഒരു വചനമുണ്ട്. വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് ഒരവകാശത്തിന് വേണ്ടിയാണ്. ആ അവകാശം എർത്തിലി ബ്ലെസ്സിങ്സ് അല്ല. ഭൂമിയിലെ അവകാശങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ആ അവകാശങ്ങളെല്ലാം ടെമ്പററിയാണ്, താൽക്കാലികമാണ്. പക്ഷേ സ്വർഗീയ അവകാശങ്ങൾ നിത്യമാണ്. ഈ ഭൂമിയിലെ സഫറിങ്സ് കൊണ്ട്, കഷ്ടതകൾ കൊണ്ട് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗീയ അവകാശങ്ങൾ സ്വാധീനിക്കപ്പെടുന്നില്ല. അത് എന്നും സുരക്ഷിതമാണ്. ഈ ഭൂമിയിലെ കഷ്ടതകൾക്ക് നമ്മൾ തകർക്കാൻ, ഈ ഭൂമിയിൽ വെച്ച് നമ്മുടെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റിയിരിക്കാം. പക്ഷെ അതിനൊന്നും നിത്യതയിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച വാഗ്ദത്തങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ളതല്ല. നമ്മുടെ അവകാശങ്ങൾ കർത്താവിൽ സുരക്ഷിതമാണ്. ആ അവകാശങ്ങളുടെ 3 പ്രത്യേകതകൾ. ഒന്ന്, അത് നശിക്കാത്തതാണ്. ഈ ഭൂമിയിലുള്ള അവകാശങ്ങൾ കാലം കഴിയും തോറും അതിന് നാശങ്ങൾ സംഭവിക്കുന്നുണ്ട്. ക്ഷയിച്ചു പോകുന്ന അവകാശങ്ങളാണ് ഈ ഭൂമിയിലുള്ളത്. പക്ഷേ ഈ അന്ത്യകാലത്ത് നമ്മുടെ അകത്ത് പ്രത്യാശ വർദ്ധിക്കട്ടെ. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അവകാശം അതൊരിക്കലും നശിക്കാത്ത അവകാശമാണ്. ഈ ഭൂമിയിലുള്ള പല അവകാശങ്ങൾക്കും വാടിപ്പോകുന്ന അവകാശങ്ങളാണ്, വട്ടം തട്ടുന്ന അവകാശങ്ങൾ. ഒരു പൂവ് നല്ല രീതിയിൽ ഭംഗിയോടെ നിൽക്കുന്ന ഒരു കാലത്തിന് ശേഷം പിന്നീട് അത് വാടിപ്പോകുന്ന ഒരു കാലമുണ്ട്. അതിൻ്റെ ശോഭ നഷ്ടപ്പെടുന്ന ഒരു കാലമുണ്ട്. ഇന്ന് നമ്മൾ വളരെ മനോഹരമെന്ന് കരുതുന്ന പലതിനും ഭംഗി നഷ്ടപ്പെടുന്ന, വില കുറയുന്ന കാലഘട്ടങ്ങളുണ്ട്. പക്ഷെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതിന് ഒരു കാലത്തും ഒരു കോട്ടം തട്ടാത്തതാണ്. അതിൻ്റെ ശോഭ വർദ്ധിച്ച് വരുന്നതാണ്. ഈ ലോകത്തിലുള്ള പലതും മാലിന്യങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നതാണ്. ഈ ലോകത്തിൽ പാപത്തിൻ്റെയും ദോഷങ്ങളുടെയും ഒക്കെ ഫലങ്ങൾ അതിൻ്റെ മായി ചേർന്ന് വന്ന് വരുന്നതായിരിക്കാം. പക്ഷെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയത് ഒരു മാലിന്യവുമില്ലാത്ത, പ്യുവറായ, വിശുദ്ധിയുള്ള ഒരവകാശം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഈ അന്ത്യകാലത്ത് ഇവിടെയുള്ള അവകാശങ്ങളിൽ മുറുകെ പിടിക്കാതെ, ഇനിയും ഈ ഭൂമിയിലുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ഓടി നടക്കാതെ, കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അവകാശത്തിന് വേണ്ടി മാത്രമാണ് ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചതെന്ന് ഉറപ്പോടുകൂടി ആ അവകാശം പ്രാപിപ്പാൻ നമ്മെ തന്നെ ഒരുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.